അടുത്ത 1.5 വർഷത്തിനുള്ളിൽ വരാനിരിക്കുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ട പ്രവർത്തനം ശക്തിപ്പെടുത്താൻ BJP തീരുമാനം. ഇതിനായി ചില മുന്നൊരുക്കങ്ങളും സംഘടനാ പ്രവർത്തനം ലഘൂകരിക്കുകയും ഒപ്പം കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നതിനുള്ള തയ്യാറെടുപ്പും പാർട്ടി നടത്തും. പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരളത്തെ 31 ജില്ലകളാക്കി വിഭജിക്കും. 10 ലക്ഷം പേർക്ക് ഒരു ജില്ല എന്ന നിലയിലാണിത്. കൊച്ചിയിൽ ചേർന്ന കോർ കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനമായത്. സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള പ്രകാശ് ജാവദേക്കർ, സഹപ്രഭാരി അപരാജിത സാരംഗി MPയും യോഗത്തിൽ പങ്കെടുത്തു. സംസ്ഥാനത്ത് വിഭാഗീയ പ്രവർത്തനങ്ങൾ അംഗീകരിക്കില്ലെന്ന് ഇരുവരും വ്യക്തമാക്കി. സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ജനറൽ സെക്രട്ടറിമാർക്ക് പുറമെ വൈസ് പ്രസിഡന്റുമാരായ AN രാധാകൃഷ്ണൻ, ശോഭ സുരേന്ദ്രൻ, ഡോക്ടർ KS രാധാകൃഷ്ണൻ, മുൻ സംസ്ഥാന പ്രസിഡന്റുമാരായ കുമ്മനം രാജശേഖരൻ, PK കൃഷ്ണദാസ്, V. മുരളീധരൻ എന്നിവരും പങ്കെടുത്തു. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം, തൃശൂർ നഗരസഭകളിൽ അധികാരം പിടിക്കുക എന്നതാണ് BJP ലക്ഷ്യമിടുന്നത്. തിരുവനന്തപുരത്ത് കഴിഞ്ഞ 2 തവണയും BJPയാണ് പ്രധാന പ്രതിപക്ഷം. 2010 വെറും 6 സീറ്റുകൾ മാത്രമുണ്ടായിരുന്നത് 2015-2020 വർഷങ്ങളിൽ 35ലേക്ക് ഉയർത്താൻ BJPക്ക് കഴിഞ്ഞിരുന്നു. സംഘടനാ തലത്തിൽ കൂടുതൽ ജില്ലകളാക്കിയുള്ള പ്രവർത്തനം മറ്റ് പല സംസ്ഥാനങ്ങളിലും BJPക്ക് നേട്ടമുണ്ടാക്കാൻ സഹായകമായിരുന്നു. ഇത് കേരളത്തിലും നടപ്പിലാക്കാനാണ് പാർട്ടി ശ്രമിക്കുന്നത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ 41 സീറ്റുകളിൽ വിജയം പിടിച്ചെടുക്കുക എന്നതാണ് മറ്റൊരു ലക്ഷ്യം. ഇതിനു വേണ്ടുന്ന തരത്തിൽ പ്രവർത്തനം ഏകോപിപ്പിക്കും. പിന്നോക്ക വിഭാഗങ്ങൾ BJPയോട് അനുഭവം പ്രകടിപ്പിക്കുന്നുണ്ട് എന്നും ഇത് കൂടുതൽ ഉറപ്പിക്കാനുമുള്ള പ്രവർത്തനങ്ങൾ സ്വീകരിക്കാനും യോഗത്തിൽ തീരുമാനമായി. ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ വിശ്വാസം ആർജിക്കാനുള്ള നടപടികൾ തുടരുന്നതിനൊപ്പം പ്രീണിപ്പിക്കാനുള്ള തരത്തിലുള്ള വാഗ്ദാനങ്ങൾ നൽകരുത് എന്നും തീരുമാനിച്ചു. അതേസമയം പാർട്ടിയുടെ ശക്തി കേന്ദ്രമായ പാലക്കാട് ഉൾപ്പെടെയുള്ള 3 മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പിലെ തോൽവി യോഗം ചർച്ച ചെയ്തില്ല. സമാനമായി തന്നെ പാലക്കാട് നഗരസഭയിൽ ലീഡ് കൈവിട്ടതും യോഗത്തിൽ ചർച്ചയായില്ല. K. സുരേന്ദ്രൻ തന്നെ 2026 വരെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് തുടരുമെന്നാണ് കഴിഞ്ഞ ദിവസം നടന്ന യോഗത്തിലെ അനൌദ്യോഗിക തീരുമാനം. പാലക്കാട് തെരഞ്ഞെടുപ്പിന് പിന്നാലെയുണ്ടായ പൊട്ടിത്തെറി അവസാനിച്ചുവെന്നും പാർട്ടി വിലയിരുത്തുന്നു. അതേസമയം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് തോൽവിയുടെ ഉത്തരവാദിത്തം ശോഭാ സുരേന്ദ്രനിൽ കെട്ടിവെച്ചുള്ള സംസ്ഥാന നേതൃത്വത്തിന്റെ റിപ്പോർട്ടിനെ ചൊല്ലി കോർ കമ്മിറ്റിയിൽ നേതാക്കൾ തമ്മിൽ പോരായി. സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രന് തോൽവിയുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാനാകില്ലെന്ന് ഒരു വിഭാഗം ചൂണ്ടിക്കാട്ടി. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 41 സീറ്റ് എന്ന ലക്ഷ്യവുമായി മുന്നോട്ടു നീങ്ങണമെന്ന് കോർ കമ്മിറ്റി യോഗം നിർദ്ദേശിച്ചു. ഇതിനായി കമ്മീഷൻ 41 എന്നതായിരിക്കും പാർട്ടിയുടെ ലക്ഷ്യമെന്നും യോഗം തീരുമാനമായി. തുടർന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട കേരളത്തിലെ BJP ജില്ലാ കമ്മിറ്റികളെ വിഭജിക്കാനും യോഗത്തിൽ ധാരണയായിട്ടുണ്ട്. തിരുവനന്തപുരം, തൃശൂർ കോർപ്പറേഷനുകളിൽ ഭരണം പിടിക്കുക എന്നത് തന്നെയാണ് പ്രധാന ലക്ഷ്യമായി ഇതിൽ മുന്നോട്ട് വച്ചിരിക്കുന്നത്. കൊച്ചിയിൽ ചേർന്ന നിർണായക കോർ കമ്മിറ്റി യോഗത്തിലാണ് BJPയുടെ ഇപ്പറഞ്ഞ തീരുമാനങ്ങളുണ്ടായത്. അതേസമയം ഗ്രൂപ്പ് പ്രവർത്തനം അവസാനിപ്പിക്കണമെന്ന് BJP സംസ്ഥാന നേതൃത്വത്തിന് കേന്ദ്ര നേതൃത്വം മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.